വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർന്ന സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. സമീപത്തെ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിവിട്ടോ എന്നറിയാൻ CCTV ദൃശ്യങ്ങളാണ് ശേഖരിക്കുക. കുറ്റക്കാരായി കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റിയും രൂപീകരിച്ചു. ഇതിനിടെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ മത്സ്യകൃഷിക്കാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, മത്സ്യത്തൊഴിലാളികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ പ്രത്യേക സമിതിയെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. പെരിയാറിന്റെ മലിനീകരണ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ 25 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. വീണ്ടും ഇത് ഉയരുമ്പോൾ ഇത് സംബന്ധിച്ച് ആരാണ് പെരിയാറിൽ വിഷം കലക്കിയത് എന്ന അന്വേഷണത്തിലേക്ക് കൃത്യമായി പോകുന്നുണ്ടോ? എന്താണ് നീക്കങ്ങൾ? സജിത്ത്, ഒരു കാലത്തും പെരിയാർ മലിനീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പെരിയാറിൽ ഈ രീതിയിൽ മത്സ്യക്കുരുതി നടക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഒരു പരിധി വിട്ട് എവിടെയും അന്വേഷണങ്ങൾ ചെല്ലാറില്ല എന്നൊരു വസ്തുതയാണ്. അതൊരു എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ പ്രദേശവാസികൾ ഇടപെടുന്നത്. മത്സ്യകൃഷി നടത്തുന്നവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ ആദ്യകാലം മുതൽ അവർ ഇതിൽ പങ്കെടുക്കും. നമ്മളുള്ളത് ഇപ്പോൾ ഈ പാതാളം റെഗുലേറ്ററി കം ബ്രിഡ്ജിന് താഴെയാണ്. ഇതാണ് ഒരു ക്രൈം സ്പോട്ട് എന്നൊക്കെ ഇവർ പറയുന്ന ഒരു ഇടമാണ്. ഈ പെരിയാറിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുകുന്ന അല്ലെങ്കിൽ ഒഴുക്കിവിടുന്ന ഒരിടം എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. കാരണം ഇവിടെ നിന്ന് ഈ ബ്രിഡ്ജിൻ്റെ വാതിലുകൾ തുറക്കുമ്പോഴാണ് ഇവിടേക്ക് മാലിന്യങ്ങൾ കലരുന്നത്, പിന്നീടൊരു കൂട്ടക്കുരുതിയിലേക്ക് അടക്കം പോകുന്നതെന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ഒപ്പം പല നിറങ്ങളിൽ പെരിയാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണങ്ങൾ ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു. നേരത്തെ കർഷകർ പറഞ്ഞത് അവർക്ക് നഷ്ടപരിഹാരം വേണം, അവർ അതിലേക്ക് തന്നെ നിയമ നടപടികളിലേക്ക് അടക്കം പോകുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ പാതാളം റെഗുലേറ്ററി കം ബ്രിഡ്ജിൻ്റെ താഴെയുള്ളത് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരാണ്. നാളുകളായി ഇവർ ഇത്തരം മലിനീകരണത്തിനെതിരെ പോരാട്ടം നടത്തുന്നവരാണ്. നമുക്കൊപ്പം അതിന്റെ പ്രവർത്തകർ കൂടി ചേരുന്നു. പുരുഷനേരൂർ, അദ്ദേഹം ഇതിന് തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു സംഘാടകൻ. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്? ഇത് രാസമാലിന്യങ്ങൾ കലർന്നതുകൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും രാസമാലിന്യങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് കൊടും വിഷമാണ് പെരിയാറിലേക്ക് തള്ളിയിട്ടുള്ളത്. സാധാരണഗതിയിലുള്ള രാസമാലിന്യങ്ങൾ എല്ലാം കലർന്നാൽ ഇത്രയധികം മത്സ്യക്കുരുതി സംഭവിക്കില്ല. ഇത് സൈനൈഡിനേക്കാൾ അപകടകാരിയായിട്ടുള്ള കൊടും വിഷം വളരെ ഉയർന്ന അളവിൽ തള്ളിയത് കൊണ്ടാണ് 20-22 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള മത്സ്യങ്ങൾ പൂർണ്ണമായിട്ടും തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ദിവസങ്ങളായിട്ട് ഒഴുക്കുന്ന വിഷജലം ബണ്ടിന് മുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതോടൊപ്പം തിങ്കളാഴ്ച രാവിലെ മുതൽ ബണ്ടിന് മുകളിലുള്ള 4-5 കമ്പനികൾ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നത്, വിഷജലം ഒഴുക്കുന്നത് നമ്മുടെ പ്രവർത്തകർ കണ്ടെത്തുകയും അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവർ വരാത്തതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് മഴയത്തവർ നേരിട്ട് ചെന്ന് അറിയിച്ചിട്ടും അത് പരിശോധിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറായില്ല. അതിനർത്ഥം ഈ വിഷജലം ഒഴുക്കുന്നതിന് അവർ പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയെന്നും ആ മലിനജലം ഒഴുക്കിയതിന് അന്ന് വൈകുന്നേരം തന്നെ ആ ഷട്ടറുകൾ തുറന്നു എന്നുള്ളതാണ്. അപ്പൊ രാവിലെ ഒരു 10 മണിക്ക് ആണ് നമ്മുടെ പ്രവർത്തകർ ഇത് കണ്ടെത്തുന്നത്. 11-12 മണിക്കായിട്ട് നമ്മളെ വിവരം അറിയിക്കുന്നു. 12:30-1 മണിയോടുകൂടി മുകൾ തട്ടിലെ കുറച്ച് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. അപ്പോൾ വീണ്ടും വിളിക്കുന്നു, വന്നില്ല. തുടർന്നാണ് ഷട്ടറുകൾ തുറക്കുന്നത്. വൈകുന്നേരം 5:00 ഷട്ടറുകൾ തുറന്നതോടുകൂടി ഈ കെട്ടിക്കിടക്കുന്ന വിഷജലം ഒന്നാകെ ഫെർമെന്റൈസ് ചെയ്ത് റിയാക്ട് ചെയ്ത് കറുത്ത് കുറുകിയ അവസ്ഥയിലാണ്. അതൊരു കൊടും വിഷമാണ്. ആ വിഷം താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെയർ ഏരിയയിലുള്ള ഓക്സിജൻ ഇല്ലാതെയാവും. കാരണം നമുക്കറിയാം വെള്ളത്തിന് നിറമില്ലെന്നും മണമില്ലെന്നും രുചിയില്ലെന്നും അറിയാം. പക്ഷെ പെരിയാറിലെ ജലത്തിന് ഇതെല്ലാം ഉണ്ട്. മണമുണ്ട്, രുചിയുണ്ട്, നിറമുണ്ട്. അപ്പോൾ നിറവും മണവും രുചിയുമുള്ള വെള്ളം വിഷമാണെന്ന് തിരിച്ചറിയാനായിട്ട് പാവം മത്സ്യങ്ങൾക്ക് കഴിയില്ലാത്തതുകൊണ്ട് മത്സ്യങ്ങൾ ഒന്നാകെ ചത്തൊടുങ്ങിയെന്ന് മാത്രമല്ല, രാത്രിയത്തെ വളരെ ദയനീയമായ കാഴ്ചയുണ്ടായിരുന്നു. മത്സ്യങ്ങൾ ഓക്സിജന് വേണ്ടി കരയിലേക്ക് ഓടിക്കയറുന്ന വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇതിലെ മഴ പലപ്പോഴും മറയാക്കിക്കൊണ്ട് മലിനീകരണം നടത്തുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. എത്രത്തോളം ശരിയാണ്? അല്ല, ഈ സാധാരണ സംഭവിക്കുന്നതിന് മഴ പെയ്യുന്നത് കണക്കാക്കി ശേഖരിച്ചു വെക്കുകയാണ്. അപ്പം ശക്തമായ മഴ വരുമ്പോൾ ഇവരെല്ലാം കൂടി ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്.
ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡും ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇവരും വ്യവസായികളും കൂടി ഒത്തുചേർന്നുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണിത്. കൃത്യമായിട്ട് മഴ വരുന്നു, വേഗം തന്നെ ഈ സാധനങ്ങളെല്ലാം കൂടി തുറന്നു വിടാനുള്ള വരുന്നു. ആ സമയത്ത് ഷട്ടർ തുറക്കുന്നു, ഷട്ടർ തുറന്ന് നേരെ മാലിന്യം ഒഴുകും. അപ്പൊ ഇവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ശക്തമായ മഴ ഉണ്ടാകും, അപ്പൊ ഇത് ഡൈല്യൂട്ട് ചെയ്ത് പോകും, മീനുകൾ ചാകില്ല എന്നൊരു കണക്കൂട്ടലാണ്. പക്ഷെ രാവിലെ മുതൽ ഇവിടെ മീൻ ചാകാൻ തുടങ്ങി, രാവിലെ മുതൽ പുഴയിലേക്ക് ഒഴുക്കി തുടങ്ങി എന്നുള്ളതാണ്. കുറെ ദിവസങ്ങളായി ശേഖരിച്ചു വെച്ചിരുന്ന സാധനം ഒരുമിച്ച് പുഴയിലേക്ക് വരികയും അത് ഡൈല്യൂട്ട് ആകാതെ നേരെ പുഴയിലേക്ക് ഒഴുകിയതുമാണ് ഈ മീൻ ചാകുന്നതിന്റെ പ്രധാന കാരണം. ശക്തമായ നടപടി വേണം എന്നുള്ളതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാലാകാലങ്ങളായിട്ട് ഇവിടെ മലിനീകരണം ഉണ്ടാകുന്ന സമയങ്ങളിൽ സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളോ മറ്റുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൊല്യൂഷൻ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പോരായ്മകളുണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുതം സർക്കാർ ഡെപ്യൂട്ടി കളക്ടറോടക്കം അന്വേഷിക്കാനായിട്ട് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു നടപടിയോ അല്ലെങ്കിൽ കാലങ്ങളായി നമ്മളിതെല്ലാം തന്നെ കാണുന്നുണ്ട്. ഇത്തവണ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, ഞങ്ങൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ അന്വേഷണ കമ്മിറ്റിയും എല്ലാം തന്നെ ഒരു പ്രഹസനമായിട്ട് മാറാനാണ് 100% സാധ്യത. കാരണം കളക്ടർ ഇരിക്കുന്ന വേദിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒട്ടും യുക്തിസഹമില്ലാത്ത ഒരു വിശദീകരണം പറഞ്ഞിട്ടും അത് ചോദ്യം ചെയ്യാനായിട്ട് അവിടെ കൂടിയിരുന്ന വിദഗ്ധരെന്ന് പറയുന്ന ആളുകളോ ആരും തയ്യാറായില്ല എന്ന് തന്നെ. അതായത് മലിനീകരണ ഏറ്റവും പൊട്ടബുദ്ധി പറയുന്ന കാര്യങ്ങൾ, ഉപ്പുവെള്ളവും നല്ല വെള്ളവും കലരുമ്പോൾ ഓക്സിജൻ ഇല്ലാതാകുമെന്ന് പറയുന്ന പൊട്ടബുദ്ധി വിശദീകരണം അപ്പടി വിഴുങ്ങാനായിട്ട് കളക്ടർ കഴിഞ്ഞെങ്കിൽ കളക്ടർ നിയോഗിക്കുന്ന കമ്മിറ്റിയും ഇത് തന്നെയാണ് പറയാനാണ് ചാൻസ്. കാരണം ഈ വിഷജലം എങ്ങനെയാണ് വന്നതെന്ന് അറിയാനായിട്ട് മീനിന്റെ സാമ്പിളും വെള്ളവും പരിശോധിച്ചാൽ അതിന്റെ കെമിക്കലുകൾ ട്രേസ് ഔട്ട് ചെയ്താൽ ഏത് കമ്പനിയിൽ നിന്ന് എന്താണ് വന്നതെന്ന് അറിയാൻ പറ്റും. ഈ അമോണിയ വളരെ ഗുരുതരമായ തോതിലുള്ളതായിട്ട് മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ പോയപ്പോൾ തന്നെ ആ വെള്ളത്തിലാകെ അമോണിയയുടെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മത്സ്യക്കുരു സംഭവിക്കുമ്പോൾ എല്ലാം തന്നെ അമോണിക് നൈട്രജന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷമാലിന്യങ്ങൾ കലർന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല, മത്സ്യത്തൊഴിലാളികൾക്ക് സംശയമില്ല. പക്ഷെ സംശയമുള്ളത് ഇപ്പോഴും അധികാര കേന്ദ്രങ്ങൾക്കാണ്, അതായത് ജില്ലാ ഭരണകൂടത്തിനടക്കമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു കമ്മിറ്റി. എന്തിനാണ് ഈ കമ്മിറ്റി വെച്ചതെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അന്വേഷണത്തിന് എത്രയോ റിപ്പോർട്ടുകൾ, ആയിരക്കണക്കിന് റിപ്പോർട്ടുകൾ കുസാറ്റിലുണ്ട്. ഏത് മലിനീകരണം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് മത്സ്യം ചാവുന്നത്, മത്സ്യത്തിന് സംഭവിക്കുന്നു, വെള്ളത്തിന് സംഭവിക്കുന്നു, 100 കണക്കിന് റിപ്പോർട്ടുകൾ കുസാറ്റിന്റെ മേശപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ മറ്റു ശാസ്ത്ര ഏജൻസികളുടെ മേശപ്പുറത്തുണ്ട്. പുതിയൊരു കമ്മിറ്റി എന്താണ് കണ്ടെത്തുക? പ്രത്യേകിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്ന അങ്ങേറ്റം അഴിമതി നിറഞ്ഞൊരു സ്ഥാപനം പുതുതായിട്ട് ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, കോടിക്കണക്കിന് രൂപയുടെ മത്സ്യനാശം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായിട്ട് അവരുടെ നഷ്ടങ്ങൾക്ക് മാന്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറിച്ച് മാത്രമല്ല 2022 മെയ് 27 ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ട്. 2023 മെയ് 27 മുമ്പായിട്ട് പെരിയാറിന്റെ ഇരു തീരങ്ങളിലുമുള്ള കമ്പനികൾ ശൂന്യ നിർഗമനാൽ സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്നുള്ള കോടതി ഉത്തരവ് പാലിക്കപ്പെടണം. അത് അടിയന്തരമായിട്ട് 1 വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷവും കഴിഞ്ഞു. ഇനിയെങ്കിലും നടപ്പാക്കാനായിട്ട് ജില്ലാ ഭരണകൂടം തയ്യാറാകണം. എങ്കിൽ മാത്രം മത്സ്യക്കുരുതി ഇല്ലാതാവുള്ളൂ. സജിത്ത, ഈ വാക്കുകളിൽ നിന്ന് വളരെ പ്രകടമാണ്. കാരണം ഇതിൽ സാധ്യമായതെല്ലാം നിയമത്തിന്റെ ഭാഗത്തു നിന്ന്, കോടതികളുടെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്തരുത്. പക്ഷേ ആരിത് നടപ്പാക്കുമെന്നത് സംബന്ധിച്ചാണ്. അതിൽ സർക്കാർ ഇതിൽ ഇടപെടേണ്ട സമയവും സാഹചര്യമെല്ലാം അതിക്രമിച്ചിരിക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നോക്കുകുത്തിയാണെന്ന് പറയുന്നു. ഈ ദുരിതം എത്ര കാലം ഇതിങ്ങനെ തുടരുമെന്നത് മാത്രമാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. മത്സ്യകർഷകർക്ക് ഇനി എങ്ങനെയാണ് ഈ അവരുടെ നഷ്ടങ്ങളിൽ നിന്ന്, ബാധ്യതകളിൽ നിന്ന് കയറുക എന്ന ചോദ്യവും ബാക്കിയാകുകയാണ്. ഡാനി, ഈ നമുക്കറിയാം പെരിയാറിന്റെ ചുറ്റും ഇരു കരകളിലും നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതിൽ വലിയ ഡിസ്റ്റിലറി, മറ്റ് രാസമാലിന്യങ്ങൾ നേരിട്ട് ഈ പുഴയിലേക്ക് കലർത്തുന്നു എന്ന ആക്ഷേപം നേരിടുന്ന വൻകിട കമ്പനികളുണ്ട്, പ്ലൈവുഡ് ഫാക്ടറികളുണ്ട്. അങ്ങനെ വലിയൊരു വ്യവസായ സ്ഥാപനങ്ങളുടെ ചുറ്റിലുമാണല്ലോ ഈ പുഴ ഒഴുകുന്നത്. അപ്പം പുഴയിലേക്ക് രഹസ്യ കുഴലുകൾ, പുഴയുടെ അടിത്തട്ടിലേക്ക് എത്തുന്ന രഹസ്യ കുഴലുകൾ സ്ഥാപിച്ച് അതിലൂടെ മാലിന്യം കലർത്തുന്നു എന്ന ആക്ഷേപമൊക്കെ കാലങ്ങളായി നേരിടുന്നതാണ്. പക്ഷേ മലിനീകരണ നിയന്ത്രണ ബോർഡ് പലവട്ടം അവിടെ പരിശോധന നടത്തി. ഏറ്റവും ഒടുവിലത്തെ പരിശോധനയിലും അവിടെ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുക എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നീട് ഈ രാസമാലിന്യം പുഴയിലേക്ക് വരുന്നു എന്ന ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പുഴയിലേക്ക് മാലിന്യം എത്തുന്നത് എന്നത് സംബന്ധിച്ച ഒരു വിദഗ്ധ പരിശോധനയിലേക്ക് ഇപ്പോഴത്തെ ഈ ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ എങ്ങനെ കടക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്? ഈ CCTV ഒക്കെ എത്ര കണ്ട് ഇക്കാര്യത്തിൽ നിർണായകമാണ്?
ഇതിൽ പലതവണ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നതാണ്. പലപ്പോഴും ഇതിനകത്തേക്ക് കുഴലുകൾ വെച്ചിട്ടുണ്ട് എന്നത് ഇവർ പലപ്പോഴായി ഉന്നയിക്കുന്ന ആക്ഷേപമാണ്. ഇത് സംബന്ധിച്ച തെളിവുകളടക്കം നൽകിയിട്ടുള്ളവരുണ്ട്. പക്ഷേ അതിനൊന്നും എവിടെയും തന്നെ ഒരു സാധ്യത കൽപ്പിക്കപ്പെടാതെ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ഒപ്പം നിൽക്കുന്ന പ്രവർത്തകർ തന്നെ പലപ്പോഴും ഇതിനകത്ത് നിന്ന് ഈ കുഴലുകൾ ഒഴുക്കുന്ന മാലിന്യങ്ങൾ ഒഴുക്കുന്ന കുഴലുകളടക്കം കണ്ടെത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണത്? തീർച്ചയായും ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെരിയാറിലെ മാലിന്യം തള്ളുന്ന കമ്പനികൾ ഏതാണെന്നും അവർ സ്ഥാപിച്ചിരിക്കുന്ന കുഴലുകൾ എവിടെയൊക്കെയാണെന്നും അവർ ഏത് രീതിയിലാണ് മാലിന്യം തള്ളുന്നതെന്നും ഏതെല്ലാം സമയത്താണ് മാലിന്യങ്ങൾ അവർ കൂടുതലായിട്ട് പുറത്തേക്ക് ഒഴുക്കുന്നതെന്നെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കാൾ നന്നായിട്ട് ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. തീർച്ചയായും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒന്നും അറിയാത്തതുകൊണ്ടല്ല, എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു അബദ്ധമല്ല കുരുതി ഇവിടെ സംഭവിക്കുന്നത്. കൃത്യമായും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സഹായ സഹകരണങ്ങളില്ലാതെ ഇത്തരം ഒരു കുരുതി പെരിയാറിൽ ഒരിക്കലും സംഭവിക്കില്ല. ഇന്നലെ എന്നല്ല ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതിന്റെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ മുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അതായത് അവരുടെ പ്രവർത്തനത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു ഏജൻസിയെ, അല്ലെങ്കിൽ എന്ന് മത്സ്യക്കുരുതി ഉണ്ടായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഏജൻസിയെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ വീണ്ടും മത്സ്യക്കുരുതിയുടെ കാരണം കണ്ടെത്താൻ കളക്ടറെ ഏൽപ്പിച്ചു എന്നുള്ളതും, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 7ാം ക്ലാസ്സുകാരന്റെ ശാസ്ത്രയുക്തിയെ പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു യുക്തി പൊല്യൂഷൻ കൺട്രോൾ പറയുകയും അത് ഇവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അടുത്തൊരു കുരുതിക്കായി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് ഒരു പരിഹാരം ഈ രീതിയിൽ യാതൊരു പരിഹാരവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ബന്ധപ്പെട്ട എല്ലാവർക്കും, അതായത് ഈ ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തുണ്ട്. കൂട് കൃഷി, ഇപ്പോൾ പുതുതായിട്ട് കൂട് കൃഷി വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ എല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു ഈ പുഴ റിവൈവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആസന്ന ഭാവിയിൽ അത് സാധ്യവുമല്ല. അപ്പോൾ അവർക്ക് അർഹതമായ നഷ്ടപരിഹാരങ്ങൾ ഈ കമ്പനികളിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും തന്നെ ഈടാക്കിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു മാന്യമായിട്ടുള്ള ഒരു പരിഹാരം. വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇവരുടെയും എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ. നേരത്തെ പലപ്പോഴും ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇവർ പരിശോധന നടത്തുകയും ഇതിൽ നിന്ന് കുഴലുകൾ ആഴങ്ങളിൽ, വളരെ ആഴങ്ങളിൽ വിഷം തള്ളുന്നതായി ഇവർ കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് തെളിവ് സഹിതം പലപ്പോഴും നൽകിയിട്ടും അത്തരം നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. എന്താണ്? അല്ല, ഇത് നമ്മൾക്ക് കോടതി അടക്കം ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇടപെടലുകൾ കോടതി നടത്തിയിട്ടുണ്ട്, നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ബന്ധപ്പെട്ട അധികാരികൾ, സർക്കാർ, സംസ്ഥാന സർക്കാർ, ബന്ധപ്പെട്ട വകുപ്പുകൾ ഒന്നും വേണ്ടത്ര ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബണ്ടിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുഴലുകളെ സംബന്ധിച്ച്, ബണ്ടിന് താഴെ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച്, കുഴലുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഇൻഫർമേഷൻ വീഡിയോ സഹിതമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മൾ കൊടുക്കുന്നത്. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥരെ നമ്മൾ വഞ്ചി വാടകയ്ക്ക് എടുത്ത് നമ്മൾ കയറ്റിക്കൂട്ടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതേ ഇന്ന സ്ഥലത്ത് ഇതേ വരുന്നു. നമ്മൾ കഴിഞ്ഞ ഇപ്പൊ അവിടെ വെള്ള കളറിൽ ഒഴുകിയപ്പോൾ അതിന്റെ കാരണം നമ്മൾ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. നടപടിയില്ലല്ലോ. അപ്പൊ ഇത് കണ്ടെത്താത്തതൊന്നുമല്ല, നടപടി എടുക്കാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ ഒരു വ്യവസായ മന്ത്രിയുടെ മണ്ഡലവും ജില്ലയും എല്ലാം തന്നെ വരുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഒരു സജീവമായിട്ട് ഇതിൽ ഇടപെടുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടോ വന്നിട്ടുണ്ടോ? ഇല്ല. എനിക്ക് നമ്മുടെ മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള പി രാജീവ് മന്ത്രി ഇക്കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി ഇടപെട്ടില്ല എന്നുള്ള വിമർശനമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്തരം ഒരു കുരുതി നടക്കുമ്പോൾ ഈ സ്ഥലം സന്ദർശിച്ച് കൃത്യമായ രീതിയിൽ വിലയിരുത്തി മത്സ്യത്തൊഴിലാളികളെയും സാധാരണ മനുഷ്യരെയും ആശ്വസിപ്പിക്കുന്ന തരത്തിലേക്കൊന്നും ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വളരെ കർശനമായിട്ട് ഇടപെടാൻ കഴിയുന്ന വ്യവസായങ്ങൾ വേണ്ട എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ വ്യവസായങ്ങൾ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പരിസ്ഥിതി സംരക്ഷിക്കാന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിൽ നിന്നുണ്ടാവണം. കാരണം കേരളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയായിട്ട് രാജ്യത്തും ലോകത്തും കാണിക്കുന്നതാണ്. അപ്പോൾ മലിനീകരണ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും പെരിയാറിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും മാതൃകയുണ്ടാക്കാനായിട്ട് എന്തുകൊണ്ടാണ് പി രാജീവ് അടക്കമുള്ള മന്ത്രിമാർ തയ്യാറാകാത്തതെന്നാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇടപെടേണ്ട വിഷയത്തിലാണ് മൗനം പാലിക്കുന്നതെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. കർശനമായ ഇടപെടൽ മന്ത്രിയുടെ അടക്കം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, ജില്ലയാണ്, അത്തരം കാര്യങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെരിയാറിന്റെ മലിനീകരണം അത്ര കണ്ട് രൂക്ഷമാണ്. ഇരു കരകളിലുമുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാതെ പെരിയാറിലേക്ക് മാലിന്യം വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ പെരിയാറിൽ ഇന്നലെ സംഭവിച്ചത്? മിനിഞ്ഞാന്ന് രാത്രിയിൽ ഉണ്ടായ ആ മാലിന്യം കലക്കിയതാണ് ഇത്ര ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് പെരിയാറിനെ മാറ്റിയത് എന്നതാണ്. പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിലേക്ക് വരിക. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ പെരിയാറിൽ നിന്നും പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യമാണിത്. ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് രാസമാലിന്യങ്ങൾ കലർന്നപ്പോൾ മീനുകൾ കൂട്ടത്തോടെ പിടഞ്ഞു ചാവുന്ന കാഴ്ചയാണ്. ഓക്സിജൻ, അല്പസമയം മുമ്പ് പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർക്ക സൂചിപ്പിച്ചതുപോലെ ഓക്സിജൻ കിട്ടാതെ കരയിലേക്ക് വരേണ്ടി വരുന്ന രീതിയിലേക്ക് മത്സ്യങ്ങൾ, വെള്ളത്തിനുള്ളിൽ നിന്നും മത്സ്യങ്ങൾ പുറത്തെ കരയിലേക്ക് തെറിച്ചു വരുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. എത്ര കണ്ട് ദയനീയമാണ് പുഴയുടെ അവസ്ഥ, പെരിയാറിന്റെ അവസ്ഥ എന്ന് വ്യക്തമാവുന്നതാണ് സാഹചര്യം. ഇത് പുഴയിലെ സ്വാഭാവിക മത്സ്യ സമൂഹത്തിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിലും എത്രയോ വലുതായിരുന്നു മത്സ്യ കർഷകർ കൂട്ടത്തോടെ കരിമീനും മറ്റും വളർത്തിയിരുന്ന കർഷകർക്കുണ്ടായ നഷ്ടം. അതാണ് കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ദൃശ്യങ്ങൾ പിന്നീട് നമ്മൾ കണ്ടത്. ഈ ദൃശ്യം പ്രദേശവാസികൾ മിനിഞ്ഞാന്ന് രാത്രിയിൽ പകർത്തിയ ദൃശ്യമാണ്. അതിനുശേഷം രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതായി പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. എത്ര കണ്ട് ദയനീയമാണ് അവിടുത്തെ സ്ഥിതി, മലിനീകരണ പ്രശ്നം എന്നത് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും.